കുട്ടിക്കാലത്ത് ഞാനിരുന്നിങ്ങനെ വെറുതെ ചിരിക്കും ചിലപ്പോൾ. പക്ഷെ അതിന് ആർക്കും അസ്വാഭാവികത തോന്നത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ബോബനും മോളിയും കൈ കിട്ടിയതാണ് എന്ന് അച്ഛനും അമ്മയ്ക്കും അറിയാം, ചേച്ചിക്കും അറിയാം. ബോബനും മോളിയും കൈ കിട്ടിയാൽ പിന്നെ ഞാനിരുന്ന് ഞാൻ ചിരിക്കും. നിങ്ങൾ പലരും അങ്ങനെ ഉണ്ടായിരിക്കാം. അതിനകത്ത് ഇപ്പം നമ്മൾ ആലോചിക്കുമ്പോൾ തമാശയായിട്ട് തോന്നുന്ന കാര്യങ്ങളൊന്നും ആവില്ല. ഇത് ഏകദേശം അതുപോലെ ഒരു കഥയാണ്. ഈ ബോബനും മോളി ഇഷ്ടമുള്ളവരൊക്കെ കേട്ടാൽ മതി. ഇത് യാഥാർത്ഥ്യമാണെങ്കിലും ഇതിനകത്ത് അങ്ങനെ ഒരു വാല്യൂ ഉള്ളൂ ഈ കഥയ്ക്ക്. ഇത് ഉദാഹരണത്തിന് നമ്മൾ ഇപ്പം ചേട്ടൻ ഈ പോൾ വാട്ട് പഠിപ്പിക്കുന്നു ഈ ബോബനും മോളിയെ. ചേട്ടൻ വന്നിട്ട് പറയും നല്ല കല്ലമുളയാണ്, പിന്നെ ഒടിയത്തില്ലെന്ന് ഈ പോൾ ഇങ്ങനെ പിടിച്ചു നോക്കിയിട്ട്. എന്നിട്ട് പിന്നീട് അതുമായിട്ട് ഓടിപ്പോകുമ്പോൾ ഈ ബോബനും മോളിയും പറയുന്നത് നട്ടല് കല്ലമുളയല്ലെന്ന് ഓർമ്മ വേണമെന്ന്. എന്നിട്ട് അത് ഈ വളഞ്ഞു കഴിഞ്ഞിട്ട് ഇത് തെറിച്ചങ്ങ് പോകുമ്പോഴാണ് പറയുന്നത് ഈ കല്ലമുള വളയത്തില്ലെങ്കിലുമേ അല്ല ഒടിയത്തില്ലെങ്കിലും വളയുമെന്ന്. തെറിച്ച് പോയി വീഴുമ്പോൾ പറയുന്ന ഡയലോഗുകളുണ്ട്. ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അന്ന് നമുക്ക് ഭയങ്കരമായിട്ട് ചിരി വരും. എന്നിട്ട് ഇതിൻ്റെ കാർട്ടൂണും കൂടെ കാണുമ്പോൾ നമ്മൾ മനസ്സിലങ്ങ് ഇമാജിൻ ചെയ്യും. അതുപോലെ തന്നെ മനസ്സിൽ ഈ കാര്യങ്ങളൊക്കെ ഇമാജിൻ ചെയ്ത് കാണുന്ന ആൾക്കാരാണ് ഇത് കേൾക്കേണ്ടത് കേട്ടോ. ഇത് നമുക്ക് ജീവിതത്തിൽ പലപ്പോഴും ഈ ചങ്കേ നീയോ എന്ന് തോന്നുന്ന അവസരങ്ങളുണ്ടാവും. എനിക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടായത് ഞാൻ ഈ പെരിന്തമണ്ണ പോളിടെക്നിക്കിൽ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്താണ്. അവിടെ മലപ്പുറം ജില്ല എന്ന് പറയുമ്പോൾ ഈ സെവൻസ് ഫുട്ബോളിൻ്റെയൊക്കെ ഒരു സ്ഥലമാണ്. ഒരു കയ്യിലെ പൈസ തീർന്നത് കൊണ്ട് ഞാനൊരു വെള്ളിയാഴ്ച വീട്ടിലേക്ക് വരും. പിറ്റേന്ന് ഞായറാഴ്ച അവിടെ സെവൻസ് ഫുട്ബോളിൻ്റെ ഫൈനലാണ്. എനിക്ക് ഈ മത്സരം കാണാൻ പോകണം. ഈ സെവൻസ് ഫുട്ബോൾ കാണാൻ പോകുമെന്ന് പറഞ്ഞാൽ അച്ഛൻ വിടത്തില്ല. ശനിയാഴ്ച വൈകിട്ട് തന്നെ തിരിച്ചു പോവുകയും വേണം. നീ പിന്നെ എന്തിനാ അത്യാവശ്യമായിട്ട് ഓടി ഇങ്ങോട്ട് വന്നേ എന്ന് ചോദിച്ച് തുടങ്ങിയിട്ട് എന്തിനാ പോകുന്നതെന്ന് ചോദിച്ച് വിടത്തില്ല. അന്നേരം ഞാനൊരു ഐഡിയ ഇട്ട് ഈ സെവൻസ് ഫുട്ബോളിന് വിടത്തില്ലെന്ന് പറഞ്ഞാൽ അത് ഒരുപാട് പത്രവാർത്തയൊക്കെ വരും. ഗ്യാലറി ഒടിഞ്ഞു വീണ് ആൾക്കാർക്ക് പരിക്ക് പറ്റിയെന്നും. ഈ 10 രൂപ കൊടുത്താൽ മതി ടിക്കറ്റ്. പക്ഷെ ഭയങ്കര ആവേശമാണ് അതിൻ്റെ അനൗൺസ്മെൻറ്റും ഒക്കെ. അതിൻ്റെ ഒരു തീവ്രതയിൽ നമ്മൾ കാണുന്നത് ഈ മലപ്പുറം ജില്ലയിലെ ഈ പിന്നെ സെവൻസ് ഫുട്ബോളാണ്. ലോക ഫുട്ബോൾ കാണുന്നതിനേക്കാളും ആവേശമാണ് ഇത് കാണുന്നത് കേട്ടോ. എന്നിട്ട് ഇത് കാണാൻ വേണ്ടി ഞാൻ ശനിയാഴ്ച വൈകിട്ട് ഇവിടുന്ന് രാത്രി വണ്ടി കയറാൻ തീരുമാനിച്ചു. എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് വേറൊരു കള്ളം പറയാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ പോളിടെക്നിക്കിലെ ഈ ഹൗസ് ബേസ് ആയിട്ടുള്ള സ്പോർട്സ് മത്സരമാണ്. അല്ല എൻ്റെ ഹൗസിനെ പ്രതിനിധീകരിച്ച് 2-3 മത്സരങ്ങൾക്ക് എനിക്ക് പങ്കെടുക്കണം വെച്ചാൽ അന്നേരം ഞായറാഴ്ച അതിൻ്റെ ഫൈനലുള്ളത്. അന്നേരം പോകണമെന്ന് പറഞ്ഞു. നിനക്ക് ഏത് ഐറ്റമാണെന്ന് ചോദിച്ചു. അന്നേരം വലിയ വെല്ലുവിളി ഇല്ലാത്ത ഞാൻ ഫുട്ബോൾ നന്നായിട്ട് അത്യാവശ്യം കളിക്കുമെങ്കിലും ഈ മറ്റ് അത്ലറ്റിക്സും മറ്റ് കാര്യങ്ങളിലൊന്നും അത്ര ഗുണം പോരാ. ഞാൻ പറഞ്ഞു ഈ ലോങ് ജമ്പ് ഇതാണെന്ന്. അന്നേരം അതിൻ്റെ ഒരു അപകടം ഞാൻ മനസ്സിലായില്ല. ഈ അച്ഛൻ എല്ലാത്തിനും ഇല്ല പെർഫെക്റ്റ് ആയിട്ട് കാണുന്നതുകൊണ്ടേ ഞാൻ പിന്നെ എൻ്റെ അച്ഛനെ കുറിച്ച് അല്ലാതെ വേറെ ആരെക്കുറിച്ച് പറയാനായി കലാഭവൻ മണി പറയുന്നുണ്ട്. അച്ഛൻ പറഞ്ഞു നിനക്ക് ഈ മത്സരത്തിൽ അങ്ങോട്ട് നല്ലതായിട്ട് പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ നമുക്ക് അറിയാവുന്നൊരു കോച്ചുണ്ട്, പുള്ളിക്കാരനെ സെറ്റ് ചെയ്ത് തരാം. ഇന്ന് രാവിലെ 10 മണി മുതൽ പരിശീലനം. ഞാൻ ഞെട്ടിപ്പോയി. എനിക്കിതിൻ്റെ ABCD അറിയാമോ? ഞാൻ ഈ പിറ്റ് വീട്ടിലൊരെണ്ണം ഉണ്ടാക്കിയിട്ട് പിന്നെ ചാടുന്നുണ്ടെന്നുള്ളതല്ലാതെ ലോങ് ജമ്പ് കാണാനങ്ങനെ എനിക്കറിയാമോ? ഈ കോച്ച് വരുമ്പോൾ ഞാൻ നാണം കെട്ട് ഇരിക്കുമോ എന്നറിയാതെ ഞാനൊരു ട്രാക്ക് സൂട്ടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അവിടെ കുത്തിയിരിക്കുമായിരുന്നു. കോച്ച് 10 മണിക്ക് വരും. നോക്കിയപ്പോൾ ഒരു അപശകുനം പിടിച്ച സൈക്കിള് ചവിട്ടിക്കൊണ്ടൊരു കാവി കയ്യിൽ കൊടുത്തൊരു കക്ഷി വരുന്നു. അടുത്ത് വന്ന് നോക്കിയപ്പോഴാണ് ഞാൻ പറയുന്നത് ചങ്കേ നീയോ എന്ന്. കാരണം ഇദ്ദേഹത്തിന് എന്നെക്കാളും ഒരു 10-12 വയസ്സിന് മൂത്തതാണ്. പക്ഷെ ഇദ്ദേഹത്തിന് ഞാൻ പിന്നെ ഇതുവരെ ഫുട്ബോൾ ഗ്രൗണ്ടിലും കണ്ടിട്ടില്ല, ഒരു ഗ്രൗണ്ടിലും കണ്ടിട്ടില്ല. പുള്ളി എവിടെയൊക്കെയാണ് കാണുന്നതെന്നുള്ളത് വേറെ കാര്യമാണ്. അത് പിന്നെ പറയും. ഈ ചങ്കിൻ്റെ കഥകൾ കുറേ പറയാനുണ്ട്, അതിനിടയ്ക്ക് പറഞ്ഞോളാം. ഈ ചങ്കിനെ കുറിച്ച് പറയണമെങ്കിൽ ഇദ്ദേഹത്തിന് ഒരു ഇരട്ടപ്പേരുണ്ട് സ്കൂളിൽ. അത് അറിയാവുന്നവർ കമൻറ്റ് ചെയ്താൽ മതി. അതിനെ പുള്ളി നിങ്ങൾക്ക് ഏകദേശം ആളെ മനസ്സിലാവും. പരച്ചുള്ള ഭാഗത്തൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ആളെ മനസ്സിലാവും. ഊവിലാണ് തുടങ്ങുന്നത്, നടുക്ക് 1 അക്ഷരം 3 അക്ഷരമേ ഉള്ളൂ, ഇന്നിൽ അവസാനിക്കും. ഏകദേശം അത് അറിയാവുന്നവർ കമൻറ്റ് ചെയ്താൽ മതി ആ പേര്. എന്നിട്ട് ഇത് ഏകദേശം പുള്ളിയുടെ സ്വഭാവം നമുക്ക് മനസ്സിലാവും ഇത് കേൾക്കും. ഈ പുള്ളി വന്ന് എൻ്റെ അടുത്ത് ഫുട്ബോളിനെ കുറിച്ചൊക്കെ അങ്ങ് തള്ളി. എൻ്റെ അവിടെ ഒരു ഫുട്ബോൾ കിടപ്പുണ്ട്. ഇതെടുത്ത് കൈ പിടിച്ചിട്ട് ഫുട്ബോളിനെ കുറിച്ചും ഫുട്ബോളിൽ ഷോട്ട് എടുക്കുന്ന ആംഗിളിനെ കുറിച്ചും ഫുട്ബോളിൻ്റെ വെയിറ്റിനെ കുറിച്ചും ഈ മലപ്പുറത്ത് സെവൻസ് ഫുട്ബോളിൻ്റെ തട്ടകത്ത് കിടന്ന് പന്ത് കളിക്കുന്ന എൻ്റെ അടുത്താണ് ഈ തള്ളുന്നത്. ഏകദേശം കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. പുള്ളി അച്ഛനെ എന്തോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ട് കക്ഷി വന്നേക്കുവാണെന്ന്. ഞാൻ പറഞ്ഞു നാളെ ഫുട്ബോളല്ല
ഐറ്റം നാളെ ഒരു ലോങ് ജമ്പാണ്. നീ രക്ഷപ്പെട്ട്, അത്ലറ്റിക്സ് ഞാനാണ് പിന്നെ കോളേജിൽ നമ്പർ 1. അതുകൊണ്ട് നീ ഒന്നും പേടിക്കണ്ട. ഇത് നടുവൊടിഞ്ഞ് കിടക്കുന്നവനെ പോലും ചാടിക്കുന്ന ആളാണെന്നൊക്കെ പുള്ളി തള്ളിയതിന് ശേഷം പുള്ളി പറഞ്ഞു ഇങ്ങനെ ഈ സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് പോയി ഒരു വരയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കണം. അത് കഴിഞ്ഞാൽ നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് പിടിക്കണം. എങ്ങനെയാണ് നിൽക്കേണ്ടതെന്നൊക്കെ കാണിച്ചു തന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്കിത് കാണിച്ചാലൊന്നും വലുതായിട്ട് മനസ്സിലാകത്തില്ലെന്ന്, ഒന്ന് ചാടി കാണിച്ചു തരുവാണെങ്കിൽ ഒരു ഏകദേശം ഐഡിയ കിട്ടുമെന്ന് പറഞ്ഞു. അന്നേരം പുള്ളി ഇതേപോലെ ഒരു വരയൊക്കെ ഇട്ടില്ല, പട്ടി ഇല്ല മാന്തത്തില്ലേ അതേപോലെ 2-3 മാന്തൊക്കെ മാന്തി ഇല്ല ഒരു വരയൊക്കെ ഇട്ട് അതിനുശേഷം സ്റ്റെപ്പ് അളന്ന് പുറകോട്ട് പോയി. ഇല്ല നല്ല പൂഴി മണ്ണുള്ളിടത്ത് പിറ്റിങ്ങനെ നല്ലപോലെ കിളച്ചിട്ടേക്കുമല്ലേ, ഒരു വരയൊക്കെ ഇട്ട് ഏകദേശം. എന്നിട്ട് പറഞ്ഞു ഇതിനപ്പുറം ഞാൻ ചാടി പോകുമെന്നറിയത്തില്ല, ഒരു ചാട്ടം ചാടാന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി ഓടി ഇങ്ങോട്ട് വന്ന് എന്തോ സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ പിറ്റിലോട്ട് പുള്ളി ചവിട്ടിയത് തെന്നി ഒരു പോക്ക്. ഇല്ല ചിലർ ആൾക്കാർ പായൽ തെന്നി വീഴുന്ന കണക്ക് ഈ ഓടി വന്ന സ്പീഡിലാണ് ഈ ഒരു തുണ്ട് കഴിഞ്ഞ് അപ്പുറത്തെ തുണ്ടിലോട്ട് ഭാഗ്യത്തിന് പോയില്ല. അത് ഒരു അടയ്ക്കാമരം അവിടെ ഇപ്പോൾ ഉണ്ട്, അതിനകത്ത് വന്ന് ഇടിച്ചങ്ങ് നിന്ന്. ഈ പിന്നെ ചേട്ടൻ പറഞ്ഞാണെങ്കിൽ നട്ടല് വെള്ളമായെന്നൊക്കെ പറയുന്ന കണക്കുള്ള അവസ്ഥയെ പുള്ളി ഇരിക്കുക. സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഞാനില്ല പോളി പഠിക്കാൻ പോയില്ല, അന്നേരം അവിടുത്തെ കുറേ പിള്ളേരുണ്ട് കളിക്കുന്നവന്മാർ. യുവന്മാർ ഈ പിറ്റിനകത്ത് ഈ കട്ട നല്ലപോലെ അടുക്കി ലെവലിന് ചേർത്തടുക്കി പിന്നെ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി ഈ പിച്ചൊരുക്കി വെച്ചിരുന്നത്. അതിനകത്തോട്ടാണ് ആശാൻ ചാടി വീണത്. അവിടെ ഇരുന്നിട്ട് പുള്ളി പിന്നെ എന്തോ കാണിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതോടുകൂടി എൻ്റെ കോച്ചിങ്ങും തീർന്ന്. ഈ അച്ഛൻ്റെ അടുത്ത് പറയാനൊന്നും നിന്നില്ല, പുള്ളി എഴുന്നേറ്റ് പെല്ല സ്ഥലം വിട്ട്. ഇങ്ങനെയുള്ള ചങ്കുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത് പുള്ളിയുടെ ചങ്കിൻ്റെ കുറേ കഥകളുണ്ട്. ചങ്കേ നീയോ എന്നാണ് ഇതിൻ്റെ പേര്, ഈ കഥയുടെ പേര്.